ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് രാമായണ സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണ സന്ദേശത്തിന്റെ 21-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പതിപോലെ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യ ശ്ലോകം എന്താണെന്ന് നോക്കാം. ജീവാത്മാവെന്നും പരമാത്മാവ് എന്നത് ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനമുണ്ടംഭ ഹിംസ വക്രത്വം കാമക്രോധം മനസ്സേ പിടിഞ്ഞ് സന്തുഷ്ടനായ സദാകാലം അന്യാക്ഷേപാദികളെ സഹിച്ച് സമബുദ്ധിയ അന്യഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരു സേവയും ചെയ്യുന്ന ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താൻ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി. ഈ ശ്ലോകത്തിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നത്. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും പര്യായപദങ്ങളാണ്. ഒരു വാക്കിന് പര്യായപദങ്ങൾ നമുക്കറിയാം. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ നരന്മാരാണ്. നാരായണൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. അപ്പൊ നരനും നാരായണനും ഒന്ന് തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത്. ജീവാത്മാവ് നമ്മുടെ ശരീരത്തില് ഭഗവാന്റെ ഒരു അംശമാണ്. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവായിട്ട് ജീവ ചൈതന്യമായിട്ട് അല്ലെങ്കിൽ ജീവോർജ്ജമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ സകല പ്രവർത്തനങ്ങൾ, ആന്തരിക ബാഹ്യമായ സകല പ്രവർത്തനങ്ങളും നടക്കുന്നത് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ജീവനോട് ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെല്ലാം ഭഗവാൻ, ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ ഭഗവാനുണ്ട്. എല്ലാ നരനും നാരായണനാണ്. അപ്പൊ ജീവാത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. പിന്നെ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന ആരാണ്ട്? ഭേദമുണ്ടെന്ന് പറയുന്ന അജ്ഞന്മാരല്ലോ. അജ്ഞാനികളാണ്, ദൈവത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത മൂഢന്മാരാണ്. മന്ദബുദ്ധികളാണ് പറയുന്നത് രണ്ടും വേറെയാണ്. ഞാൻ വേറെ, ദൈവം വേറെ എന്ന് പറയുന്നത് ഈ മൂഢന്മാരാണ്. മാനവും ഡംഭവും ഹിംസ വക്രത്വം കാമക്രോധം മനസ്സെ വെടിഞ്ഞ് സന്തുഷ്ടനായ സദാകാലം. ഈ 3-4 സ്വഭാവം നമ്മൾ വെടിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. മാനവം എന്ന് പറഞ്ഞാൽ മാനാഭിമാനം, ഞാൻ ആരാണെന്നുള്ള ഒരു ബോധം ഉണ്ടല്ലോ. ആ മാനാഭിമാനങ്ങൾ നമുക്ക് ഇല്ലാതാവണം. ദംഭ അഹങ്കാരം ഇല്ലാതാവണം. ഹിംസ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്, മറ്റുള്ളവരെ കൊല്ലുന്ന ആ ഒരു ചിന്താഗതി നമ്മൾ ഇല്ലാതാക്കണം. വക്രത്വം എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിൽ കൂടെ കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. മോഷണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വക്രത്വം, വളഞ്ഞ വഴി, ചതി, വഞ്ചന, ഇവയൊക്കെയാണ്. കാമത്തിനെ അടക്കണം. കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗിക തൃഷ്ണ, ക്രോധം, കോപം, ഇതിനെയൊക്കെ മനസ്സേ വെടിഞ്ഞ് ഇതിനെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് സന്തുഷ്ടനായി സദാകാലം എപ്പോഴും നമ്മൾ സന്തുഷ്ടനായിട്ടിരിക്കണം. എന്നിട്ട് അന്യാക്ഷേപാദികളും സഹിച്ച് മറ്റുള്ളവർ നമ്മളെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഈ ഭക്തിയിൽ വരുമ്പോൾ മറ്റുള്ളവർ നമുക്ക് പറയാലോ ഭക്തി മുഴുത്ത ഭ്രാന്തായ എന്നൊക്കെ പറയാം. അത് ഈ അസുരന്മാരായിട്ടുള്ളവരാണ്. കാരണം അവർക്ക് ഭക്തിയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒന്നും അറിയില്ല. അവരെ കാണുന്നത് അവരുടെ ബുദ്ധിക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്കത് ഭ്രാന്താണെന്ന് അവർക്ക് തോന്നും. അപ്പൊ അങ്ങനെയൊക്കെ ആക്ഷേപാദികൾ, നമ്മൾ ആരെങ്കിലും ആക്ഷേപിച്ച് നമ്മളൊക്കെ വിട്ടുകളയും. ടീച്ചർ അങ്ങനെയാണ്. ഞാൻ 18 വർഷമായിട്ട് ഒരുപാട് നിങ്ങൾ സഹിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കാര്യമാക്കുന്നില്ല. അന്യഭാവം അകലെ കളഞ്ഞതിന് ഞാനും ഭഗവാനും വേറെയാണെന്നുള്ള ഭാവം നമ്മൾ കളയണം, ഇല്ലാതാക്കണം. ഭക്തി കൈക്കൊണ്ട് ഗുരു സേവയും ചെയ്ത് അതുപോലെ ഭക്തന്മാർക്ക് എന്തായാലും ഒരു ഗുരുവിനെ കിട്ടും. അപ്പൊ നമ്മൾ ഗുരുവിനെ സേവിക്കണം. മനസ്സുകൊണ്ട് ഗുരുവിനെ പൂജിക്കുക. എന്നിട്ട് ചിത്തശുദ്ധി, മനസ്സിന് ശുദ്ധി ഉണ്ടാക്കുക, ദേഹശുദ്ധി ഉണ്ടാക്കി വരിക. എന്നിട്ട് സൽക്കർമ്മങ്ങൾ നിത്യവും ചെയ്യുക. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ ചേരും. നമ്മൾ ഭഗവാൻ ഒന്നാണെന്നുള്ള ബോധം നമുക്കുണ്ടാവും. നമ്മളൊരു ആനന്ദ സ്വരൂപനായി മാറുകയും ചെയ്യും. ഭക്തി തന്നെ മുക്തി. നന്ദി, നമസ്കാരം.